നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി സതീശനെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ബോംബ് വരുന്നുണ്ടെന്ന് മുൻപ് സതീശൻ പറഞ്ഞിട്ട് ഇതുവരെ വന്ന് പൊട്ടിയില്ല. അതുപോലെ തന്നെ ഈ 100 സീറ്റും പൊട്ടുമെന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചു. ഒരു വിസ്മയവും ഉണ്ടാകാൻ പോകുന്നില്ല. LDF മൂന്നാമതും അധികാരത്തിലെത്തും. ഒരു സംശയവും വേണ്ട. ഏത് ബോംബ് പൊട്ടിയാലും അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പുനർജനി കേസിൽ നിയമപരമായ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയ സംഭവത്തിൽ LDFന് ഒരു തിരിച്ചടിയും ഉണ്ടാവില്ല. 4 പതിറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന വിധി വന്നതിന് LDFന് എന്ത് തിരിച്ചടിയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. LDFൽ വരുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന കേസിന്റെ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിൽ തിരിച്ചടിയൊന്നുമില്ല, MV ഗോവിന്ദൻ പറഞ്ഞു. കേസെടുത്താൽ രാഷ്ട്രീയമായി വേട്ടയാടുക എന്നത് UDFന്റെ രീതിയാണെന്നും അദ്ദേഹം വിമർശിച്ചു. നേമത്ത് V ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ തെറ്റാണെന്നും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കേരളത്തിന്റെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്നായിരുന്നു വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃകാമ്പ് ലക്ഷ്യ 2026 സമാപനത്തിൽ VD സതീശൻ പറഞ്ഞത്. ഇത് വെറും UDF അല്ലെന്നും ടീം UDF ആണെന്നും കേരളം കണ്ട ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉയരുമെന്നും VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. UDF അടിത്തറ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് 100 സീറ്റ് എന്ന ലക്ഷ്യം വെച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തർക്കമുണ്ടെന്ന പ്രചാരണം CPM തന്ത്രമാണ്. മുഖ്യമന്ത്രി ആര് എന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കും. അതിലൊരാൾ പോലും തർക്കിക്കില്ല എന്നും പാർട്ടിക്ക് നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഈ പ്രചാരണമെന്നും VD സതീശൻ പ്രതികരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ UDF പ്ലാറ്റ്ഫോമിലെത്തും. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ പ്രതികരിച്ചിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ നികുതി കൊള്ള നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിനെ താഴെയിറക്കാൻ UDFനേക്കാൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നേമത്തെ LDF സ്ഥാനാർത്ഥിയായി ആര് മത്സരിച്ചാലും BJPയുടെ പൂട്ടിയ അക്കൗണ്ട് അങ്ങനെ തന്നെ ആകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു. നേമത്ത് ആര് എന്നാണ് മാധ്യമ ചർച്ച. പാർട്ടിയും മുന്നണിയും നിശ്ചയിക്കുന്ന വ്യക്തി എന്നാണ് ഉത്തരം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന്റെ ശൈലിയല്ല. ഒരു കാര്യം ഉറപ്പ്, പൂട്ടിയ അക്കൗണ്ട് അങ്ങനെ തന്നെ എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. നേമത്ത് മത്സരിക്കാനില്ലെന്ന V ശിവൻകുട്ടിയുടെ തുറന്നു പറച്ചിൽ തലസ്ഥാന CPMൽ ഉണ്ടാക്കിയത് വലിയ ആശയക്കുഴപ്പമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയെന്ന് പിന്നീട് തിരുത്തിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വലിയ ചർച്ചയായി. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് നേമം. ഇവിടെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഇറങ്ങി നിൽക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേമത്ത് ശിവൻകുട്ടിയല്ലാതെ മറ്റാരെന്ന് CPMന് ഒരു സംശയവും ഇല്ലെന്നിരിക്കെയാണ് മത്സരിക്കാൻ ഇല്ലെന്ന പ്രഖ്യാപനം. 2016 തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPയിലെ O രാജഗോപാൽ വിജയിച്ചിരുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ V ശിവൻകുട്ടി BJPയിലെ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചാണ് വിജയം കൈവരിച്ചത്.